രണ്ട് മോദി സർക്കാരുകളും സഖ്യകക്ഷികളെ വരച്ച വരയിൽ നിർത്തിയാണ് ഭരിച്ചത്. എതിർസ്വരങ്ങളൊന്നും ഉയർന്നതേയില്ല. മൂന്നാം മോദി സർക്കാരിന്റെ അവസ്ഥ അതല്ല. ഈ തൂക്കുസഭയെ നയിക്കാൻ മോദിക്ക് ക്ഷമയുണ്ടാകുമോ എന്ന സംശയമാണ് എല്ലാവർക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി മറിഞ്ഞു നിൽക്കുന്ന TDPയും JDUവും മോദിയെ വെള്ളം കുടിപ്പിക്കുമെന്ന് ഉറപ്പാണ്. ഏകാധിപതിയെപ്പോലെ ഭരിച്ചിട്ടുള്ള മോദി അതൊക്കെ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന കൗതുകമാണ് ഉള്ളത്. തുടക്കം മുതൽ ഏറെ ശ്രദ്ധയോടെയാണ് BJP മുന്നോട്ടു പോകുന്നത്. കേന്ദ്രമന്ത്രിമാരെ നിശ്ചയിച്ചതിലും ഇത് പ്രകടമായിരുന്നു. സുപ്രധാന വകുപ്പുകൾ BJP തന്നെ കൈവശം വെച്ചു. എതിർസ്വരങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്തു. ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പാണ് BJPയെ കുഴപ്പിക്കുന്നത്. സ്പീക്കർ സ്ഥാനം വേണമെന്ന് ഘടകകക്ഷിയായ DDP അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു. BJPയെ കുഴപ്പിക്കാനായി ഇന്ത്യ സഖ്യവും DDP സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതോടെ വെട്ടിലായത് BJPയാണ്. ഈ മാസം 26-നാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. TDP സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഇന്ത്യ സഖ്യം പിന്തുണയ്ക്കുമെന്ന് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റാവുത്താണ് പറഞ്ഞത്. സ്പീക്കർ പദവിയുടെ പേരിൽ LDAയെ തമ്മിലടുപ്പിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യമെന്ന് വ്യക്തം. TDPക്ക് സ്പീക്കർ സ്ഥാനം നൽകുമെന്ന് BJP ഇതുവരെ പറഞ്ഞിട്ടുമില്ല. TDPക്ക് സ്പീക്കർ പദവിയിൽ ആഗ്രഹമുണ്ട്. സ്പീക്കർ സ്ഥാനത്തിനു വേണ്ടിയുള്ള അവകാശവാദം ഉടൻ ഉന്നയിക്കുമെന്നാണ് സൂചന. സഭ തുടങ്ങുമ്പോൾ ആദ്യ ദിവസങ്ങളിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളാകും നടത്തുക. ഇതിനുശേഷമാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. അതിനാൽ BJPക്ക് ആലോചിക്കാനും തീരുമാനമെടുക്കാനും സമയമുണ്ട്. സഭാ നടപടികളിൽ പാർട്ടിക്ക് നിയന്ത്രണം വേണം. അതിനാൽ സ്പീക്കർ പദവി മറ്റാർക്കും നൽകാൻ BJP തയ്യാറാവില്ല. BJPക്ക് കേവല ഭൂരിപക്ഷമില്ല. അതിനാൽ വരും നാളുകളിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം അവിശ്വാസ പ്രമേയം കൂടുതൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ വിശ്വസ്തൻ സ്പീക്കർ സ്ഥാനത്തില്ലെങ്കിൽ BJP ശരിക്കും പെട്ടുപോകും. അവിശ്വാസ പ്രമേയത്തിൽ വോട്ടെടുപ്പ് വേണോ വേണ്ടയോ എന്നതടക്കമുള്ള സുപ്രധാന കാര്യങ്ങളിൽ സ്പീക്കറാണ് തീരുമാനമെടുക്കുക. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വസതിയിൽ NDA യോഗം ചേർന്നിരുന്നു. അമിത്ഷാ, JP നഡ്ഡ, ചിരാഗ് പാസ്വാൻ, രാജീവ് രഞ്ജൻ സിംഗ് തുടങ്ങിയവർ പങ്കെടുത്തു. യോഗത്തിലും സ്പീക്കർ വിഷയം ചർച്ചയായെന്നാണ് വിവരം. TDP നേതാവ് N ചന്ദ്രബാബു നായിഡുവും JDU നേതാവ് നിതീഷ് കുമാറും സംസ്ഥാന ഭരണത്തിലാവും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇതിനായി BJPയുടെ പിന്തുണ വേണം. അതിനാൽ അമിത പിടിവാശിയും ഉണ്ടാവില്ല എന്ന വിലയിരുത്തലും ഉണ്ട്. സ്പീക്കർ വിഷയത്തിൽ NDAയിലെ പ്രധാന ഘടകകക്ഷികളായ DDPക്കും JDUവിനും വ്യത്യസ്ത നിലപാടുകളാണുള്ളത്. BJP നിർദ്ദേശിക്കുന്നയാളെ പിന്തുണയ്ക്കുമെന്നാണ് JDU നേതാവ് KC ത്യാഗി പറഞ്ഞത്. എന്നാൽ സ്ഥാനാർത്ഥിയെ NDA ഘടകകക്ഷികൾ ഒരുമിച്ച് തീരുമാനിക്കണമെന്നാണ് DDP നിലപാട്. വാജ്പേയി സർക്കാരിന്റെ കാലത്ത് DDP സ്പീക്കർ പദവി എടുത്ത ശേഷം സർക്കാരിന് പുറത്തുനിന്ന് പിന്തുണ നൽകിയിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകിയില്ലെങ്കിൽ ഇന്ത്യ സഖ്യം സ്പീക്കർ സ്ഥാനാർത്ഥിയെ നിർത്തിയേക്കുമെന്നും സൂചനയുണ്ട്.